നമസ്കാരം സർ. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതിനാദ്യം നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരൂ. അതിനുശേഷം ഞാൻ ഇഷ്യൂ ചെയ്യാം. ഇന്ന് തന്നെ കിട്ടേണ്ട ഒരു അത്യാവശ്യമുണ്ട് സർ. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോയി വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വരാൻ. എന്നാലേ എനിക്ക് എഴുതി തരാൻ പറ്റൂ. സാറിന് എന്നെ മനസ്സിലായില്ലേ? സാറ് തുന്നൽ പഠിക്കാൻ വരുന്നിടത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ലേ? സാർ, അനിയന് ദുബായിക്ക് പോകാൻ വിസ വന്നിരിക്കുന്നു. ഇനി 4 ദിവസമേ ഉള്ളൂ. പാസ്പോർട്ടിൽ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനോ ഡ്രൈവറായിട്ട്. വില്ലേജ് ഓഫീസറെയും മറ്റും കാണാൻ ഇനി നേരമില്ല. ഇന്ന് തന്നെ കിട്ടിയാൽ നന്നായിരുന്നു. സാറൊന്ന് മനസ്സ് വെച്ചാൽ. ഇരിക്കൂ. ആ പാസ്പോർട്ട് വരാൻ പറയും. അനുജന് എങ്ങനെയാ വിസ കിട്ടിയത്? അത് ഗ്രൂപ്പ് വിസയാ സർ. എന്തായിട്ടാ? ഡ്രൈവറായിട്ടാ. ഓഹോ. ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറായി കൊണ്ടുവരും. ചെല്ലു. അല്ല, കുറെ നേരമായി തോന്നുന്നു നിൽപ്പ് തുടങ്ങിയിട്ട്. രാജൻ മാഷോ, ഞാൻ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു നോക്കിക്കുവേ. എന്താ, ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? എന്നാലും പഠിക്കണ്ടല്ലേ മാഷേ. അപ്പൊ പിന്നെ ചെറുപ്പത്തിലേ ആയിക്കളാവുന്ന കരുതി. കാർ വാങ്ങാനുള്ള വല്ല നയനും ഉണ്ടോ? അല്ല, കാർ വാങ്ങാനുള്ള യോഗം ഉണ്ടെങ്കിൽ അതിന് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് തട്ടിപ്പുണ്ടാന്ന് കരുതി. ആരാടാ അത്? ഞാൻ തഹസിൽദാരാ. സാറോ? കുറെ നാളായല്ലോ ഇവിടെ കറങ്ങി നടക്കണ. എന്താ പണി? ഞാൻ തയ്യൽ പഠിക്കാൻ വന്നതാ. ആരാ? ഞാനാ, തഹസീൽദാരാ. സാറെന്താ വല്ലാതെ വേർതിരിക്കുന്നത്? ഒരുപാട് നടന്നതല്ലേ. അച്ഛനില്ലേ ഇവിടെ? എന്നാ ഞാൻ പോട്ടെ? വേണ്ട, എന്നോട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വത്സലയ്ക്കറിയോ? ഈ ഷർട്ട് വരെ ഞാൻ തുന്നും. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അല്ലല്ലോ, സാറുമില്ലേ? സാർ ഇവിടെ ഇരിക്കുന്നേ. അടിക്കൂ, കാണട്ടെ. അങ്ങനെയല്ല. അച്ഛനും കൂട്ടാ പോയത്? പൊന്നാനിക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാ. അപ്പൊ ഇന്ന് വരില്ലേ? നിന്നെ തനിച്ചാക്കിട്ടോ? സാറ് വരുമല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അത് ഞാനിപ്പോ പോവില്ലേ? എന്നെ തനിച്ചാക്കിട്ടോ?
നേരത്തെ? എന്താണ് നോക്കട്ടെ? സാർ, ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? കാറിലുണ്ട്. സാർ, സാർ, ഒരു കള്ളനെ പിടിച്ചോണ്ട് കുറെ ആൾക്കാര്. രാത്രിയില കള്ളനെ പിടിച്ചോണ്ട് വരുന്നത്. പോവാൻ പറ. അല്ല സാർ, കാറില. നല്ല പാർട്ടിന്നാ തോന്നുന്നു. കാറിലൊക്കെ. കാറില. ആ, എന്നാ വരാൻ പറ. ശനിയന്മാര് മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. സാർ, എന്റെ ഭാര്യയുടെ കഴുത്തിലെ ചെയിൻ പൊട്ടിച്ചോടെ കള്ളനെ പിടിച്ചോണ്ടിരുന്നുണ്ട്. അപ്പോ താൻ ഭാര്യയുടെ കൂടെ അല്ലടോ കിടന്നിരുന്നത്? അതെ സാർ, പക്ഷേ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെവിടെ? കാറിലുണ്ട്. കാണിച്ച ഞാനൊന്ന് നോക്കട്ടെ. ഏയ് ഗോപാല, എനിക്ക് രാമകൃഷ്ണ, എഴുന്നേൽക്ക്. ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. നടക്ക. കെട്ടിയിട്ടില്ലടോ? ഉണ്ട് സാർ. ഇറങ്ങടാ പട്ടി. അയ്യോ, ഇത് നമ്മുടെ തഹസിൽദാരല്ലേ? അതെ സാർ. ഇത് നമ്മുടെ തഹസിൽദാരാണ്ടാ നായിന്റെ മക്കളെ. പോയതാ. നിങ്ങൾ പോയിക്കോളൂ. അയ്യോ, എന്താ ഇത്? എന്ത് പറ്റി? അയ്യോ, നിങ്ങൾ പോയിക്കോളൂ. എന്തിനാ കാത്തു നിൽക്കുന്നത്? അയ്യോ, ഞാൻ എന്തായി കാണുന്ന എന്റെ ഈശ്വര. എന്റെ പത്മാവതി കിടന്ന് ഒച്ച വയ്ക്കാതെ ആയപ്പക്കത്തുള്ളവർ ഉണരും, ബഹളമാവും. പിന്നെ എന്താ ഉണ്ടായത്? എല്ലാം നിന്റെ തുന്നൽ പിടുത്തം കാരണമാ. മനുഷ്യർക്ക് അത്യാർത്ഥ്യം ഉണ്ടാവാൻ പാടില്ല.
എന്തിനാ എന്റെ മക്കിട്ട് കയറുന്നത്? ഉം. ഞാൻ എന്ത് കഴിച്ചു? ഇത് നല്ല കൂത്ത്. നിങ്ങൾ ആ ചെന്നത് കാര്യം പറയുന്നേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ലെങ്കിൽ ഈയിടെയായി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നോട് ദേഷ്യമാ. എനിക്കറിയാം. തയ്യല് കഴിഞ്ഞ് വരുമ്പോ കള്ളനെ പിടിക്കാൻ ഓടിയ കുറെ ആളുകൾ ഇരുട്ടിൽ അറിയാതെ എന്നെ കയറി പിടിച്ചു. അപ്പൊ നിങ്ങളുടെ നാളെ എവിടെ ആയിരുന്നു? ആരോട് പറയാനാടി? ആര് കേക്കാൻ? ഒക്കെ ഒരു യോഗമാ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ശനിദശയാ. ആരോ എന്റെ തല്ല് കൊണ്ടേ തീരുന്ന് അന്ന് കുട്ടിപ്പണിക്കര് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആരെയത്? ആ മാത്യു സാറൊക്കെ ആണെന്ന് തോന്നുന്നു. നീ പോയി വാതില് തുറന്നു കൊടുക്ക. സൂസമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവളാ പറഞ്ഞേ. എന്ത് പറ്റി? ഞാൻ ആ തയ്യക്കാരെ അച്ചുണ്ണിയുടെ അവിടം വരെ ഒന്ന് പോയിട്ട് വരികയായിരുന്നു. അപ്പോഴാ ഒരു കൂട്ടം ആളുകള് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടി വന്നത്. ഞാൻ നോക്കുമ്പോ ഒരുത്ത എന്നെ കിടന്നൊരൊറ്റ ഓട്ടം. മറ്റുള്ളവർ വളരെ പുറകിലായിരുന്നു. തൊട്ടടുത്തുകൂടി കടന്നുപോയ ഒരുത്തനെ പിടിക്കാതെ വിടുന്ന മോശമാണല്ലോ എന്ന് കരുതി ഞാനും അവന്റെ പിന്നാലെ ഓടി. അയ്യോ, ഇതാ ഇത്ര അടുത്ത്. തൊട്ടില്ലാന്നായപ്പോ അവൻ എടുത്തൊരു ചാട്ടം അടുത്ത പാടത്തേക്ക്. ഒപ്പം ഞാനും ചാടി. എന്തിനു പറയുന്നു, ഒരു വേലി ഉണ്ടായിരുന്നു അവിടെ. വീണതോ ഒരു കല്ലുവെട്ടാങ്കുഴിയിൽ. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിലാ. പോലീസുകാരെന്നെ നമ്മുടെ അലക്സാണ്ടർ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഈ രാത്രി സമയത്ത് എന്തിനാ അച്ഛനുടെ വീട്ടിൽ പോയത്? ഞാനവിടെ തയ്യല് പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. തയ്യലോ? എന്തിന്? ഒരു കൈത്തൊഴിലല്ലേ, പഠിച്ചിരിക്കാമെന്ന് കരുതി. എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ തയ്യക്കാരൻ അച്ചുണ്ണിയുടെ വീട്ടിൽ ഒരു കാര്യത്തിന് പോയിരുന്നു. എന്ത് കാര്യം? ഒരു സ്വകാര്യ ആവശ്യമായിരുന്നു. അത് ശരി. അങ്ങനെയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കേസായി കഴിഞ്ഞാൽ കോടതിയിലെത്തും, ജനങ്ങൾ അറിയും. സാറിനെ പോലുള്ള ഒരാൾക്ക് മോശമല്ലേ അത്? അതിന് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനവിടെ തയ്യൽ പഠിക്കാനാ പോയത്. അവിടെ തയ്യൽ മാത്രമല്ല, എല്ലാ പഠിത്തമുണ്ട്. ഇപ്പൊ തന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ഇത് കണ്ടോ? ഫ്രാക്ചർ വരതുണ്ടായിരുന്നു സാർ. ഇല്ല, നിങ്ങളൊക്കെ പോണം. സാറേതായാലും ഒഴിയിപ്പിക്കുന്നത് നല്ലതാ. ആ, കുറച്ച് കഴിയട്ടെ. അത് മതി. ആ ഒടിഞ്ഞ എല്ലുകളെല്ലാം ഒന്ന് കൂടിച്ചേരട്ടെ, എന്നിട്ടേ ഒഴിപ്പിക്കാവൂ. നിങ്ങൾ പൊയ്ക്കോളൂ, കുഴപ്പമൊന്നുമില്ലെന്നേ. അച്ചുണ്ണീനെ അവിടെ കൊലയാടാൻ പോയിട്ട് കിട്ടിയ കോളാന്നേ, സിൽദാരാത്രേ. വരട്ടെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ ഇത്തിരി അങ്ങോട്ട് മാറി, ആൾക്കാർ കാണും. ഓ പിന്നെ, എന്താ കാര്യം? നല്ല ആളാ. അന്നെന്നെ തനിച്ചാക്കിയിട്ട് എന്തിനാ കള്ളന്റെ പിന്നാലെ ഓടിയത്? അതല്ലേ തല്ലുകൊള്ളാനും കൈയടിയാനും ഒക്കെ കാരണം. ഞാൻ പറഞ്ഞു കേട്ട് കിടന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നോ?